നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത് ചിക്കൻ പുട്ടാണ്. വളരെ സ്വാദിഷ്ടമായ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ചിക്കൻ പുട്ടിന് വേണ്ട മസാല തയ്യാറാക്കാം. ഇതുപോലൊരു ചെറിയ കടായി എടുക്കുക. അതിലേക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ച് വെളുത്തുള്ളി ഒരു 4 അല്ലി വരെ ചെറുതായി നുറുക്കിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചെറുതായി നുറുക്കിയത് ചേർക്കാം. ഇനി നമുക്കതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ നുറുക്കിയെടുത്തതുകൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അത് 2 സെക്കൻഡ് വഴറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു മീഡിയം സൈസ് സവാള കുഞ്ഞായി നുറുക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഞാനത് ഇതിലേക്ക് ചേർക്കുകയാണ്. സവാള ചേർക്കുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഇത് സോട്ട് ചെയ്തെടുക്കാം. എല്ലാം നമ്മൾ വഴറ്റുന്നത് മീഡിയം ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം എടുത്ത് വഴറ്റിയാൽ മാത്രമേ ഏതൊരു കറിക്കും ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് ഇതൊക്കെ കരിഞ്ഞു പോകും. സവാള പാകത്തിന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ കൂടെ ചേർത്ത് നല്ലോണം വഴറ്റി എടുക്കുക. ടൊമാറ്റോ നല്ലപോലെ ഉടഞ്ഞ് ഈ സവാളയോടൊപ്പം ചേർന്ന് വരണം. അതുവരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിൽ വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിത് കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർക്കുന്നത്. നോർമൽ ചില്ലി പൗഡർ ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. മസാല ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയൂടെ ചേർത്ത് കൊടുക്കാം. അതിനൊപ്പം 1/2 ടീസ്പൂൺ ഗരം മസാല അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ക്രഷ് ചെയ്തെടുത്ത് പെപ്പർ പൗഡർ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്തെടുക്കാം. ഇതെല്ലാം ഇതിലേക്ക് നല്ലോണം നമുക്ക് യോജിപ്പിച്ചെടുക്കാം. എരിവ് കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ചില്ലി പൗഡർ കുറച്ച് കൂടുതൽ ആഡ് ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി ഒരു ഗ്രീൻ ചില്ലിയുടെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർത്തത്. അല്ലെങ്കിൽ നമുക്കൊരു 2 ടീസ്പൂണോളം ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ കുഞ്ഞായിട്ട് നുറുക്കിയതുകൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. കറിവേപ്പില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ചിക്കനാണ്, ബോൺലെസ് ചിക്കൻ. അത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്ത് കൈകൊണ്ടിങ്ങനെ ഇളക്കിയെടുത്തതാണ്. മിക്സിയിൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ അങ്ങ് അരഞ്ഞു പോവും. അത് കാരണം കൈകൊണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ അത് ഇതിലേക്ക് ഞാൻ ചേർക്കുകയാണ്. ഇനി നമുക്കിത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ടൊമാറ്റോ ഒക്കെ വഴറ്റിയ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തു. പക്ഷേ ചിക്കൻ സ്റ്റോക്കിൽ കൂടെ ആ ഉപ്പങ്ങ് പോവും. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഞാനിതിൽ ചേർക്കുകയാണ്. ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. നല്ലോണം മസാല എല്ലാം ചേർത്ത് ചിക്കൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിന് വേണ്ട മാവ് നനച്ചെടുക്കാം. പുട്ടിന് വേണ്ടിയിട്ട് നല്ല വറുത്ത മാവ് ഒരു 1/2 കപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
അതൊരു ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ പുട്ടിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മാവ് നനച്ചെടുക്കാം. ആദ്യമേ നമ്മൾ ധാരാളം വെള്ളം ഒഴിച്ച് ഇത് നനയ്ക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നനയ്ക്കാൻ, കാരണം വെള്ളം കൂടി പോകരുത്. ഇത് പാകത്തിന് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കൻ മസാലയും ചേർത്ത് വേവിച്ചെടുക്കാം. പുട്ടിൻ്റെ മാവ് നനച്ച് കഴിഞ്ഞ് മസാലയൊക്കെ റെഡിയാക്കി കഴിയുമ്പോൾ നമുക്കിതിങ്ങനെ ഒരു പുട്ടുകുറ്റിയിലോട്ട് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ചിരട്ടപ്പുട്ടിൻ്റെ പുട്ട് മേക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നോർമൽ പുട്ടുകുറ്റിയിലും ഇതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ തിരുമിയത് അതൊന്ന് ഇടയിലിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് മാവ് ഇങ്ങനെ ഒരു 2 സ്പൂൺ മാവ് എടുക്കുക. അങ്ങനെ ഇട്ടിട്ട് ചെറുതായിട്ട്, ഓവറായിട്ട് പ്രസ് ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2 സ്പൂൺ മാവ് അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. ഇങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ആവത്തക്ക രീതിയിൽ യോജിപ്പിച്ചിട്ട് അതിനുശേഷം കുറച്ച് തേങ്ങ തിരുമിയതൂടെ ഇങ്ങനെ മുകളിൽ വയ്ക്കുക. ഇതിൻ്റെ അടപ്പ് വെച്ച് അടച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ പുട്ട് റെഡിയാവും. പുട്ട് സ്റ്റീമറിൽ ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലിട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്കൊന്നൊന്നായിട്ട് ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ എടുത്ത അത്രയും മാവിന് ഒരു 4 ഈ ചിരട്ടപ്പുട്ടിൻ്റെ ഈ ആകൃതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ പുട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ചിക്കൻ്റെ മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്തുണ്ടാക്കാൻ സാധിക്കും. ഒരു 2 ദിവസം വരെ മസാല നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞാനിന്ന് തയ്യാറാക്കിയ ചിക്കൻ പുട്ടിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത് തയ്യാറാക്കിയ രീതി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എന്നാൽ നല്ല സ്വാദുള്ള ഒരു റെസിപ്പി കൂടെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ഈ ചാനൽ ലൈക്ക് ഷെയറും ചെയ്യുക. അപ്പോൾ പുതിയ എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.